എന്നെ റെക്കോർഡ് ചെയ്യണം, എന്നെ കാണാൻ പറ്റണേ. അപ്പോൾ ഇത് കൈ വിടുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, അപ്പോഴേ നമ്മൾ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഡ്രൈവിങ്ങിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഒന്ന് സ്റ്റിയറിംഗ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ രണ്ട് കൈ കൊണ്ട് സ്റ്റിയറിംഗ് പിടിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ബ്രേക്ക്, അതുപോലെ ആക്സിലേറ്റർ. ഈ മൂന്ന് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ 2 ദിവസത്തെ ക്ലാസ്സുകളുടെ അടിസ്ഥാന പാഠം. അപ്പോൾ എവിടെ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കാൻ പറഞ്ഞാലും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റണം. തിരിച്ചു കഴിഞ്ഞാൽ അതുപോലെ കൊണ്ടുവന്ന് ബോഡി ലെവലാവുന്ന പൊസിഷൻ. നമുക്കറിയാം, ഫുള്ളാണ് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചതെങ്കിൽ, വീഡിയോയിൽ സ്റ്റിയറിംഗ് കാണുന്നുണ്ടാവും. അപ്പോൾ ഫുള്ള് നമ്മൾ തിരിച്ചെങ്കിൽ 2 റൗണ്ട്, ഒന്നായി വീണ്ടും ഒന്നുകൂടെ 2 റൗണ്ട് ആകുമ്പോൾ സ്റ്റിയറിംഗ് ലെവലായി. അപ്പോൾ എവിടെ തിരിച്ചാലും നമ്മൾ സ്റ്റിയറിങ്ങിനെ തിരിച്ച് 2 റൗണ്ട് തിരിച്ച് ലെവൽ പൊസിഷനിൽ നിർത്താൻ കഴിയണം. അതൊന്ന്. 2, മുഴുവൻ നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചില്ലെങ്കിൽ എത്രയാണോ തിരിച്ചത് അത്രയും തിരിച്ച് നമ്മുടെ ലെവൽ പൊസിഷനിൽ നിർത്താൻ കഴിയണം. ശരിക്കും പറഞ്ഞാൽ എവിടെ നമ്മൾ സ്റ്റിയറിങ്ങിനെ തിരിച്ചാലും തിരിച്ച് ലെവൽ പൊസിഷനെ കൊണ്ട് നിർത്തണം. ആക്സിലേറ്റർ കൊടുക്കാൻ പറയുമ്പോൾ ആക്സിലേറ്ററിൽ കാല് വച്ചിട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി ഒരു പോയിന്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ആദ്യത്തെ ഒരു പോയിന്റ് കൊടുത്ത് നിർത്തിയിട്ടാണ് 2, 3, 4, 5 അങ്ങനെ സ്പീഡ് കൂട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ സ്ലോ എന്ന് പറയുമ്പോൾ മാഡം ആക്സിലേറ്റർ കുറയും. ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ വണ്ടിയുടെ വേഗത കുറയും. രണ്ടാമത് സ്ലോ എന്ന് പറയുമ്പോൾ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം, വണ്ടിയെ നിർത്തരുത്. ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം. സ്ലോ ആയി കഴിയുമ്പോൾ ബ്രേക്ക് വിട്ട് കാൽ ആക്സിലേറ്റർ പോകണം. അപ്പോൾ എപ്പോഴും ബ്രേക്കിന്റെ ആവശ്യം കഴിഞ്ഞാൽ കാൽ ആക്സിലേറ്റർ പോകണം. ചുരുക്കി പറഞ്ഞാൽ ബ്രേക്കിലും ആക്സിലേറ്ററിലും കാല് മാറി മാറി ചവിട്ടി പ്രാക്ടീസ് ചെയ്യണം. സ്റ്റിയറിംഗ് തിരിക്കാനും അറപ്പില്ലാതെ തിരിച്ച് പ്രാക്ടീസ് ചെയ്യണം. എവിടെ നമ്മൾ സ്റ്റിയറിങ്ങിനെ തിരിച്ചാലും തിരിച്ച് ബോഡി ലെവലാവുന്ന പൊസിഷനിൽ കൊണ്ടുവരാനായിട്ട് ഈ 2 ദിവസത്തെ ക്ലാസ്സുകളിൽ പരമാവധി പരിശ്രമിക്കണം. ആ ഒരു ടെക്നിക്കൽ നോളജ് മേഡത്തിന് പിടികിട്ടി കഴിഞ്ഞാൽ ബേസിക് കൺട്രോൾ ക്ലാസ്സുകളിൽ സ്റ്റിയറിംഗ്, ബ്രേക്ക്, ആക്സിലേറ്റർ ഒക്കെ. അത് കഴിയുമ്പോഴാണ് 3ാമത്തെ ദിവസം ക്ലച്ചും 4ാമത്തെ ദിവസം ഗിയറും സ്റ്റാർട്ട് ചെയ്ത് 4ാമത്തെ ദിവസം നമ്മൾ കാറ് ഗ്രൗണ്ടിനകത്ത് നമ്മളിങ്ങനെ നിർദ്ദിഷ്ട ട്രാക്കുകൾക്കകത്തൂടെ ഏറ്റവും സ്പീഡ് ക്ലച്ചിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കുന്നത്. അപ്പൊ ഇതെല്ലാമായി ആ 4ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലെ ക്ലാസ്സിലെ 4ാമത്തെ ക്ലാസ് നന്നായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന ബേസിക് കൺട്രോൾ ക്ലാസ്സുകളെല്ലാം അതുപോലെ ക്ലിക്ക് ആവണം. സ്റ്റിയറിംഗിൽ നമ്മൾ കൈകൾ പറഞ്ഞതുപോലെ 2 കൈകൾ എങ്ങനെയാണോ പിടിക്കാൻ പറഞ്ഞത് അങ്ങനെ പിടിക്കണം, അങ്ങനെ തിരിക്കണം, ലെവല് ചെയ്യണം. ആവശ്യം കാല് ബ്രേക്കിൽ പോകണം, ബ്രേക്കിന്റെ ആവശ്യം കഴിഞ്ഞ കാല് ആക്സിലേറ്ററിൽ പോകണം. ആക്സിലേറ്റർ കൊടുക്കുന്ന ഒരിക്കലും ഒന്നിച്ച് ചവിട്ടരുത്. ആക്സിലേറ്റർ ഫസ്റ്റ് ഒരു പോയിന്റ് കൊടുത്ത് നിർത്തിയിട്ട് വേണം പിന്നെ ആക്സിലേറ്റർ കൊടുക്കേണ്ടത്. ആ കൊടുക്കുന്ന ആക്സിലേറ്റർ റോഡിനെ ആശ്രയിക്കുക. ഇത്രയും കാര്യങ്ങൾ അടിപൊളിയാവുക എന്നുള്ളതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് മാഡത്തിന് അടിപൊളിയാക്കി എടുക്കാൻ കഴിയുമെങ്കിൽ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് വിജയിച്ചു എന്നർത്ഥം. അതല്ല, അതിനകത്ത് നമ്മൾ പോരാക്കുറകൾ വരുന്നുവെങ്കിൽ അത് നമുക്ക് കാൽക്കുലേഷൻ കിട്ടാത്തത് കൊണ്ടോ നമ്മളെ ടെക്നിക്കൽ നോളജ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ മാനോവറിന്റെ കുറവ് കൊണ്ടോ ഒക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞാൽ എല്ലാം കുനിഞ്ഞു നോക്കിയേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു ബ്രേക്കിൽ നിന്ന് കാല് ആക്സിഡന്റ് വയ്ക്കാൻ താമസിക്കും, അല്ലെങ്കിൽ ആക്സിഡന്റ് വയ്ക്കുമ്പോൾ ഒരു ചവിട്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യണം. ഈ 2 ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3ാമത്തെ ക്ലാസ് ഓക്കെ ആവും. അതല്ല, ഇവിടെ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പിന്നെ ബാക്കിയുള്ള ക്ലാസ്സുകളിലും തുടർന്നും വരുമ്പം പുതിയ ക്ലാസ്സുകളെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാതാവും. അപ്പോൾ ഓരോ ക്ലാസ്സുകളും ഇതുപോലെ വെരി ഈസിയായി നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് എല്ലാത്തിൻ്റെയും അത്യന്താപേക്ഷിതമാണ്. ഏത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനും നമുക്ക് പ്രാക്ടീസ് കൊണ്ട് അതിജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ മാഡത്തിന് ചെയ്യാൻ കഴിയുമെങ്കിൽ മാഡം വിജയിച്ചു. അതല്ല, പോരാക്കുറവുണ്ട്, സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് തിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ കൂടിപ്പോകുന്നു, ആക്സിഡൻറ്റ് കൂടിപ്പോകുന്നു, ആ പ്രശ്നങ്ങളെ മാഡം പരിഹരിക്കണം. അല്ലെങ്കിൽ ഇതേ കാര്യം ഞാൻ എന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അതിനകത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല. അപ്പോൾ എല്ലാം നമ്മൾ ഇത് കഴിയുമ്പം മാഡം അരമണിക്കൂർ ഡ്രൈവിംഗ് ഇന്ന് എന്തെല്ലാം മിസ്റ്റേക്കുകൾ സംഭവിച്ചു, അപ്പോൾ അതേ മിസ്റ്റേക്കുകൾ നാളെ വരാതെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. അതാണ് സംഭവം. വെരി ഈസി. അല്ലാതെ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടൊന്നുമല്ല. എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്. പക്ഷേ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് കൃത്യമായി പിടികിട്ടുന്നതാണ്. അത് ചില കുട്ടികൾക്ക് അത് പിടികിട്ടില്ല. അത് പിടികിട്ടുന്നത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ക്ലിക്കാവൂ. മനസ്സിലായല്ലോ? അപ്പോൾ നന്നായി സ്റ്റിയറിങ്ങും ആക്സിലേറ്ററും ബ്രേക്കും നന്നായി ഇവിടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ശരി.